നോർമലി എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു വണ്ടിയാണ് ലാൻഡ് ക്രൂസർ എന്ന് പറയുന്നത്. ലാൻഡ് ക്രൂസർ ഇന്ത്യയിൽ വാങ്ങണമെന്നുണ്ടെങ്കിൽ 2,71,00,000 രൂപയാണ്. അതേ ലാൻഡ് ക്രൂസർ നമുക്ക് ദുബായിൽ വാങ്ങണമെന്നുണ്ടെങ്കിൽ 307,000 ദിർഹംസ് വേണം. ഏകദേശം ഒരു 73 lakhs ഉണ്ടെന്നുണ്ടെങ്കിൽ ദുബായിൽ അതേ ലാൻഡ് ക്രൂസർ ബ്രാൻഡ് ന്യൂ വാങ്ങാൻ പറ്റും. അപ്പോൾ നാല് നോക്കി, നമ്മുടെ നാട്ടിൽ 2,71,00,000 സാധനം ദുബായിൽ 73 ലക്ഷം രൂപ. ദുബായിൽ ആ സെയിം ലാൻഡ് ക്രൂസർ 4 എണ്ണം വാങ്ങാം. ഇനി സെക്കൻഡ് ഹാൻഡ് ആണ് ലാൻഡ് ക്രൂസർ വാങ്ങുന്നതെങ്കിൽ 6 എണ്ണം വാങ്ങാം. നാട്ടിൽ വാങ്ങുന്ന വിലയ്ക്ക് ഇത്രയും വില കൊടുത്ത് നാട്ടിൽ വാങ്ങിയത് കുഴപ്പമില്ല, ഇനി വാങ്ങി തന്നെ വിചാരിക്കും. വാങ്ങിച്ച നല്ല റോഡും ഇല്ല. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ദുബായിലേക്ക് GCC കൺട്രീസിലേക്ക് വന്നു കഴിഞ്ഞാൽ നാട്ടിൽ ഈ പറയുന്ന നമ്മൾ ആഗ്രഹിക്കുന്ന വാഹനങ്ങളൊക്കെ വളരെ വിലക്കുറവ് 4 വിലയ്ക്ക് വാങ്ങാൻ പറ്റും. കാരണം ഇപ്പോൾ ദുബായിൽ അല്ലെങ്കിൽ UAE ആണെന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി ടാക്സ് ഇല്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഫാക്ടറാണ്. അതാണ് മെയിൻ റീസൺ. നാട്ടിൽ ഇത്രയും ടാക്സും കൊടുത്ത് ഇത്രയും കാര്യങ്ങളും ചെയ്തിട്ട് നല്ല റോഡ് പോലും ഇല്ല. ദുബായിൽ വെറുതെ ഇരുന്ന് പൈസ ഉണ്ടാക്കുന്ന ആളുകളുണ്ടോ? ദുബായിൽ വെറുതെ ഇരുന്ന് 35 കോടി രൂപ ഡെയിലി ഉണ്ടാക്കുന്ന ഒരാളുണ്ട്. ഇമാറിന്റെ CEO മുഹമ്മദ് അല്ലബാർ ആണ് ആള്. ആളുടെ റവന്യൂ സോഴ്സ് എന്താന്ന് പറഞ്ഞാൽ ദുബായ് മോളാണ്. ദുബായ് മോളിൽ ഒരു ഔട്ട്ലെറ്റിന്റെ ആവറേജ് റെന്റ് എന്ന് പറയുന്നത് 25 ലക്ഷം രൂപ മുതൽ 10 കോടി രൂപ വരെയാണ്. അങ്ങനെ 1200 ഔട്ട്ലെറ്റ്സ് ആണ് ദുബായ് മോളിലുള്ളത്. അതുകൂടാതെ പല ഔട്ട്ലെറ്റ്സിന്റെയും സെയിൽസ് റവന്യൂവിന്റെ 15-20% കിട്ടുന്നുണ്ട്. അതായത് ചില ഔട്ട്ലെറ്റ്സിന്റെ ഒക്കെ സൈലന്റ് പാർട്ണറും കൂടെയാണ് മുഹമ്മദ് അല്ലബാർ. കഴിഞ്ഞ വർഷം ദുബായ് മോളിൽ ഏകദേശം 105 മില്യൺ, അതായത് 10 കോടി ആളുകൾക്ക് മുകളിലാണ് ദുബായിൽ വിസിറ്റ് ചെയ്തത്. ഒന്ന് ആലോചിച്ച് നോക്കാം ദുബായ് മോളിലെ സെയിൽസും ദുബായ് മോളിലെ റവന്യൂ എന്തായിരിക്കുന്നത്. അതുകൊണ്ടാണ് ദുബായ് മോൾ ഇനിയും 240 ഔട്ട്ലെറ്റ്സും കൂടെ ആഡ് ചെയ്യുന്നത്. 1.5 ബില്യൺ ആണ് ഏകദേശം ആ എക്സ്പാൻഷൻ, ദുബായ് മോളിലെ എക്സ്പാൻഷന് വേണ്ടിയിട്ട് മുഹമ്മദ് അല്ലബാർ സ്പെൻഡ് ചെയ്യുന്നത്. അതിൽ നിന്നും ഇനിയും നല്ല റവന്യൂ പുള്ളിക്ക് ഈസിയായിട്ട് ജനറേറ്റ് ചെയ്യുന്നത്. ദുബായിൽ വെറുതെ ഇരുന്ന് പൈസ ഉണ്ടാക്കുന്ന ആളുകളുണ്ടോ? ദുബായിൽ വെറുതെ ഇരുന്ന് 35 കോടി രൂപ ഡെയിലി ഉണ്ടാക്കുന്ന ഒരാളുണ്ട്. ഇമാറിന്റെ CEO മുഹമ്മദ് അല്ലബാർ ആണ് ആള്. ആളുടെ റവന്യൂ സോഴ്സ് എന്താന്ന് പറഞ്ഞാൽ ദുബായ് മോളാണ്. ദുബായ് മോളിൽ ഒരു ഔട്ട്ലെറ്റിന്റെ ആവറേജ് റെന്റ് എന്ന് പറയുന്നത് 25 ലക്ഷം രൂപ മുതൽ 10 കോടി രൂപ വരെയാണ്. അങ്ങനെ 1200 ഔട്ട്ലെറ്റ്സ് ആണ് ദുബായ് മോളിലുള്ളത്. അതുകൂടാതെ പല ഔട്ട്ലെറ്റ്സിന്റെയും സെയിൽസ് റവന്യൂവിന്റെ 15-20% കിട്ടുന്നുണ്ട്. അതായത് ചില ഔട്ട്ലെറ്റ്സിന്റെ ഒക്കെ സൈലന്റ് പാർട്ണറും കൂടെയാണ് മുഹമ്മദ് അല്ലബാർ. കഴിഞ്ഞ വർഷം ദുബായ് മോളിൽ ഏകദേശം 105 മില്യൺ, അതായത് 10 കോടി ആളുകൾക്ക് മുകളിലാണ് ദുബായിൽ വിസിറ്റ് ചെയ്തത്. ഒന്ന് ആലോചിച്ച് നോക്കാം ദുബായ് മോളിലെ സെയിൽസും ദുബായ് മോളിലെ റവന്യൂ എന്തായിരിക്കുന്നത്. അതുകൊണ്ടാണ് ദുബായ് മോൾ ഇനിയും 240 ഔട്ട്ലെറ്റ്സും കൂടെ ആഡ് ചെയ്യുന്നത്. 1.5 ബില്യൺ ആണ് ഏകദേശം ആ എക്സ്പാൻഷൻ, ദുബായ് മോളിലെ എക്സ്പാൻഷന് വേണ്ടിയിട്ട് മുഹമ്മദ് അല്ലബാർ സ്പെൻഡ് ചെയ്യുന്നത്. അതിൽ നിന്നും ഇനിയും നല്ല റവന്യൂ പുള്ളിക്ക് ഈസിയായിട്ട് ജനറേറ്റ് ചെയ്യുന്നത്. ദുബായിൽ വെറുതെ ഇരുന്ന് പൈസ ഉണ്ടാക്കുന്ന ആളുകളുണ്ടോ? ദുബായിൽ വെറുതെ ഇരുന്ന് 35 കോടി രൂപ ഡെയിലി ഉണ്ടാക്കുന്ന ഒരാളുണ്ട്. ഇമാറിന്റെ CEO മുഹമ്മദ് അല്ലബാർ ആണ് ആള്. ആളുടെ റവന്യൂ സോഴ്സ് എന്താന്ന് പറഞ്ഞാൽ ദുബായ് മോളാണ്. ദുബായ് മോളിൽ ഒരു ഔട്ട്ലെറ്റിന്റെ ആവറേജ് റെന്റ് എന്ന് പറയുന്നത് 25 ലക്ഷം രൂപ മുതൽ 10 കോടി രൂപ വരെയാണ്. അങ്ങനെ 1200 ഔട്ട്ലെറ്റ്സ് ആണ് ദുബായ് മോളിലുള്ളത്. അതുകൂടാതെ പല ഔട്ട്ലെറ്റ്സിന്റെയും സെയിൽസ് റവന്യൂവിന്റെ 15-20% കിട്ടുന്നുണ്ട്. അതായത് ചില ഔട്ട്ലെറ്റ്സിന്റെ ഒക്കെ സൈലന്റ് പാർട്ണറും കൂടെയാണ് മുഹമ്മദ് അല്ലബാർ. കഴിഞ്ഞ വർഷം ദുബായ് മോളിൽ ഏകദേശം 105 മില്യൺ, അതായത് 10 കോടി ആളുകൾക്ക് മുകളിലാണ് ദുബായിൽ വിസിറ്റ് ചെയ്തത്. ഒന്ന് ആലോചിച്ച് നോക്കാം ദുബായ് മോളിലെ സെയിൽസും ദുബായ് മോളിലെ റവന്യൂ എന്തായിരിക്കുന്നത്. അതുകൊണ്ടാണ് ദുബായ് മോൾ ഇനിയും 240 ഔട്ട്ലെറ്റ്സും കൂടെ ആഡ് ചെയ്യുന്നത്. 1.5 ബില്യൺ ആണ് ഏകദേശം ആ എക്സ്പാൻഷൻ, ദുബായ് മോളിലെ എക്സ്പാൻഷന് വേണ്ടിയിട്ട് മുഹമ്മദ് അല്ലബാർ സ്പെൻഡ് ചെയ്യുന്നത്. അതിൽ നിന്നും ഇനിയും നല്ല റവന്യൂ പുള്ളിക്ക് ഈസിയായിട്ട് ജനറേറ്റ് ചെയ്യുന്നത്.